ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ റവ കൊണ്ടുള്ള ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള റവയാണ്. ഈ സ്റ്റീൽ ഗ്ലാസ്സിന് 1 ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് പശുവും പാലും കൂടി ഒഴിച്ച് ഞാൻ റവ കുതിർത്തി വെച്ചിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് നേരം നമ്മളിതെടുത്ത് ഈ പാലും കൂടി ഒഴിച്ച് കുതിർത്ത് വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ റവ പാലൊഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുന്നതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇതിലേക്കൊരു 3 ഏലക്കായും ഇട്ടിട്ടുണ്ട്. ശർക്കര അരിച്ച് ഒഴിച്ചതാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ശർക്കരയും കൂടെ നമുക്ക് അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ ഇത്രയും ഒഴിക്കുന്നുള്ളേ. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പും കൂടി ഇട്ടത്. ഇതേപോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മതി. ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നെയ്യിൽ വറുത്തെടുത്തതാണ്. ഒരു 1/2 സ്പൂണ് എള്ളും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ നേന്ത്രപ്പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനും കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർക്കണേ. ഉണ്ണിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടും. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏറ്റവും നല്ലത് ഉണ്ണിയപ്പത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ഇളകി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാവേ. തീ കൂട്ടിയിടരുത് കേട്ടോ. അങ്ങനെ ഉണ്ണിയപ്പം